നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിലെ കടലും നദികളും മലിനമാകുന്നു. GSPCB റിപ്പോർട്ട് വെളിപ്പെടുത്തൽ. ഗോവ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ 2024-25 വാർഷിക റിപ്പോർട്ട് പ്രകാരം ഗോവയിലെ കടൽ വെള്ളവും പ്രധാന നദികളും കടുത്ത മലിനീകരണത്തിന് വിധേയമാണ്. ഇത് കുളിക്കാനോ വാട്ടർ സ്പോർട്സിനോ വാണിജ്യ മത്സ്യബന്ധനത്തിനോ അനുയോജ്യമല്ല. കലങ്കുത്ത്, ബാഗ, പലോലിം തുടങ്ങിയ ബീച്ചുകളും മണ്ടോവി, സുവാരി, സാൽ തുടങ്ങിയ നദികളും ഉയർന്ന ഫീക്കൽ കോളിഫോം, ബയോകെമിക്കൽ, ഓക്സിജൻ ഡിമാൻഡ് എന്നിവ കാണിക്കുന്നു. ഇത് രോഗകാരികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. 115 സ്ഥലങ്ങളിൽ നിന്നുള്ള ജലസാമ്പിളുകളിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തി. സാന്തനീസ് ക്രീക്കും ബെത്തോറോ നല്ലയും മലിനമാണ്. 12 വർഷത്തിനിടെ ഗോവയുടെ ട്രീ കവർ 22% കുറഞ്ഞതായി കേന്ദ്ര റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. എൻവിസ്റ്റാറ്റ്സ് ഇന്ത്യ 2025 റിപ്പോർട്ട് പ്രകാരം കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകളനുസരിച്ച് 2010-11 334 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്ന ഗോവയുടെ ട്രീ കവർ 2021-22 258 ചതുരശ്ര കിലോമീറ്ററായി 22.75% കുറഞ്ഞതായി വെളിപ്പെടുത്തുന്നു. 2017-18 51 ചതുരശ്ര കിലോമീറ്ററിന്റെ കുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്തി. മത്സ്യ ഉൽപാദനം 2022-23 140.31 ടണ്ണിൽ നിന്ന് 2023-24 135.73 കുറഞ്ഞു. അപകടകരമായ മാലിന്യം 28,484 മെട്രിക് ടണ്ണിൽ നിന്ന് 44,873 മെട്രിക് ടണ്ണായി വർദ്ധിച്ചു. എന്നിരുന്നാലും ഗോവയുടെ നദികളിൽ മലിനജലം ഒഴുകുന്ന ഗുരുതരമായ മലിനീകരണ വ്യവസായങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പിഴ അടയ്ക്കാൻ കഴിയാത്ത ദരിദ്ര തടവുകാർക്ക് സഹായം നൽകാൻ ഗോവയുടെ MHA നിർദ്ദേശിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സപ്പോർട്ട് ടു പുവർ പ്രിസണേഴ്സ് സ്കീം 2023 പ്രകാരം പിഴ അടയ്ക്കാൻ കഴിയാത്ത ദരിദ്ര തടവുകാരെ കണ്ടെത്തി സഹായിക്കാൻ ഗോവ സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് 2025 പ്രകാരം ഗോവയിലെ ജയിൽ തിരക്ക് 102%. 2022 34% 1 മുതൽ 3 വർഷം വരെ തടവിൽ കഴിയുന്നവരുടെ അനുപാതം 46% വർദ്ധിച്ചു. ആവർത്തിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്കിടയിലും ഗോവ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ഈ പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു. ജയിൽ തിരക്ക് കുറയ്ക്കാൻ MHA സംസ്ഥാനങ്ങളോട് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാങ്വെ പോലീസ് ഉഗുവെയിം ഗ്രാമത്തിൽ നിന്ന് 5.7 കിലോഗ്രാം ആംബർഗ്രീസ് ഏകദേശം 10 കോടി രൂപ വിലമതിക്കുന്നത് പിടിച്ചെടുത്തു. സംഭവത്തിൽ സൈനാഥ് ഷെട്ട്, രത്നാകർ, യോഗേഷ് റെഡ്കർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി ഒരു വാഹനം തടഞ്ഞു പരിശോധിച്ചപ്പോൾ ഈ അപൂർവ വസ്തു കണ്ടെത്തി. ഇത് പെർഫ്യൂമിൽ ഉപയോഗിക്കുന്നു. സ്പെയിം വേൽ മത്സ്യത്തിന്റെ ഉൽപ്പന്നമായ ആംബർഗ്രീസ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആംബർഗ്രീസിന്റെ ഉറവിടവും വിതരണ ശൃംഖലയും കണ്ടെത്താൻ അന്വേഷണം തുടരുന്നു. 5 കോടി രൂപയുടെ SSA തട്ടിപ്പ് കേസ് ഗോവ സർക്കാർ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഗോവ സർക്കാർ സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ടുകളുടെ 5 കോടി രൂപയുടെ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആദ്യം പൊർവോറിയം പോലീസ് കൈകാര്യം ചെയ്തിരുന്ന ഈ കേസിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 5 പേർ അറസ്റ്റിലായി. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര ഫണ്ടുകൾ തിരിമറി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിൽ പ്രതികൾ ബാങ്ക് വിവരങ്ങൾ, സിം കാർഡുകൾ, ATM കാർഡുകൾ എന്നിവ ശേഖരിച്ച് തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. ദി ഗോവൻ വെളിപ്പെടുത്തിയ ഈ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഇനി ഏറ്റെടുക്കും. സാലിഗാവ് റോഡ് നന്നാക്കൽ 5 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് MLA. സാലിഗാവിലെ മോശം റോഡുകൾക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചതിന് പിന്നാലെ MLA കേദാർ നായിക്ക് പ്രധാന റോഡുകളുടെ നന്നാക്കൽ പ്രവൃത്തി ആരംഭിച്ചതായും 5 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ഉറപ്പു നൽകി. മുൻകൂട്ടി വന്ന മൺസൂൺ മൂലമാണ് കാലതാമസമുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാലത്ത് യാത്രക്കാർക്ക് സൗകര്യം ഉറപ്പാക്കാൻ താൽക്കാലിക നന്നാക്കൽ, പേവർ സ്ഥാപനം എന്നിവ നടത്തും. മൺസൂൺ കഴിഞ്ഞ് ഹോട്ട് മിക്സിംഗ് നടപ്പിലാക്കും. വെള്ളവും വൈദ്യുതി ലൈനുകളും സ്ഥാപിക്കുന്നതിനാൽ റോഡുകൾ കുഴിക്കുന്നുണ്ട്. ലൂത്സ് കോൺവെന്റ് സ്കൂളിനടുത്തുള്ള റോഡിന് മുൻഗണന നൽകും. പഞ്ചായത്ത് PWDയുമായി സഹകരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.